Dear students, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ബിസിനസ് കോമ്പിനേഷൻസ് ആൻഡ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള ക്ലാസ്സാണ് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ എങ്ങനെയൊക്കെയാണ് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്, ഇതുവരെ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസാണ് ഇനി അങ്ങോട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതേപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇതുവരെയുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാത്ത ക്ലാസ് കാണാത്ത ഒരാൾക്ക് ഇനി എടുക്കാൻ പോകുന്ന ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്നുള്ള ഷുവറാണ്. തീർച്ചയായിട്ടും ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്ത ആൾക്കാർ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും കാണുക, എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് നോക്കുക, എല്ലാ ഐറ്റംസും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് മാത്രം ഈ ക്ലാസ് കണ്ടിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനും അതേപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ശ്രമിക്കുക. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇൻ ദി ബുക്സ് ഓഫ് സബ്സിഡറി കമ്പനി ഓൺ അക്വിസിഷൻ. ഇഫ് ദർ ഈസ് എനി റിസർവ്സ് ഓർ സർപ്ലസ് in the books of subsidiary company on the date of acquisition, it is apportioned among parent company and minorities in the ratio of their share capital. Similarly, if there is any loss on the date of acquisition, it is also apportioned to parent company and minorities. നമ്മളെ ഇതുവരെ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലംസിലൊക്കെ സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ അവിടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നൊരു ഐറ്റം നില്ലായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ തന്നിട്ടുള്ളത്. സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നൊരു ഐറ്റം നമുക്ക് ഇതുവരെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തതിൽ തന്നിട്ടില്ല. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്, സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ബാലൻസ് ഷീറ്റിൽ തരാത്ത കണ്ടീഷനിലാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. കുറേ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ എപ്പോൾ യൂസ് ചെയ്യുന്നതാണ്? സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് തരാത്ത കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നതാണ്, അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ്. എങ്ങനെയാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതായത് സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ബാലൻസ് ഷീറ്റിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പാരൻ്റ് കമ്പനിക്കും മൈനോറിറ്റി കമ്പനിക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. പാരൻ്റ് കമ്പനിക്കും മൈനോറിറ്റി കമ്പനിക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് സബ്സിഡറി കമ്പനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. If there is reserves and surplus and fictitious assets, if any, in the balance sheet of subsidiary company, the cost of control or goodwill or capital reserve and minority interest is calculated in the following manner. സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നൊരു ഐറ്റം നമുക്ക് തരികയാണെങ്കിൽ, തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക, അതേപോലെ തന്നെ ഗുഡ് വില്ല് കാണുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക എന്ന് നോക്കാം. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാൻ വേറൊരു ഇക്വേഷൻ ആയിരുന്നു, ഗുഡ് വില്ല് കാണാൻ വേറൊരു ഇക്വേഷൻ ആയിരുന്നു. അതിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ വരിക, എങ്ങനെയാണ് ഗുഡ് വില്ലിൻ്റെ ഇക്വേഷൻ വരിക എന്നാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ, ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. എങ്ങനെയാണ് ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കാണാമെന്നുള്ള ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് പ്ലസ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ റിസർവ്സ് മൈനസ് preliminary expense or fictitious assets equal to goodwill. നമ്മൾ ആദ്യം ഗുഡ് വില്ല് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കാണാൻ വേണ്ടിയിട്ട് കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് മെയിൻ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. ഇവിടെ 2 എമൗണ്ട് കോളം വരയ്ക്കുക. എന്നിട്ട് കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് മെയിൻ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി അടുത്ത പറയാൻ പോകുന്ന ഐറ്റംസൊക്കെ സൈഡ് എമൗണ്ട് കോളത്തിൽ, അതായത് മെയിൻ എമൗണ്ട് കോളമല്ല,
ചെറിയൊരു എമൗണ്ട് കോളം വരച്ചിട്ട് അതിലെന്ത് ചെയ്യുക, ഇനി പറയുന്ന ഐറ്റംസ് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ എമൗണ്ട് കോളത്തിലേക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ത് ചെയ്യണം, പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് റെക്കോർഡ് ചെയ്യുക. അതിൻ്റെ കൂടെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ആഡ് ചെയ്യുക. ഫസ്റ്റ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസിൻ്റെ കൂടെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ റിസർവ് ആഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, അതിൽ നിന്നും പ്രിലിമിനറി എക്സ്പെൻസ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് മൈനസ് ചെയ്യുക. ഇങ്ങനെ 3 ഐറ്റംസും ആഡ് ചെയ്യുക മൈനസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെ നമ്മൾ അടുത്ത മെയിൻ എമൗണ്ട് കോളത്തിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ ആ കിട്ടിയിട്ടുള്ള എമൗണ്ട് മെയിൻ എമൗണ്ട് കോളത്തിലേക്ക് മാറ്റി. അപ്പോൾ ടോപ്പിൽ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുള്ള കൺസിഡറേഷൻ പെയ്ഡിൽ നിന്നും ഈ കിട്ടിയിട്ടുള്ള എമൗണ്ട് ലെസ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും എന്ത്, ഗുഡ് വിൽ എന്ന് പറയുന്ന കൺസിഡറേഷൻ പെയ്ഡിൽ നിന്നും ഈ കിട്ടിയിട്ടുള്ള 3 എമൗണ്ട്സുകളെ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് ഇത് ഗുഡ് വിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണുക എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. ഫസ്റ്റ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റീസ്. മൈനോറിറ്റീസ് ഹെൽഡ് ചെയ്യുന്ന പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റീസിൻ്റെ കൂടെ എന്ത് ചെയ്യുക, പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ ഐറ്റം ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതിൽ നിന്നും പ്രൊപ്പോർഷനേറ്റ് ഷെയർസ് ഇൻ പ്രിലിമിനറി എക്സ്പെൻസ് ഓർ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് മൈനസ് ചെയ്യുക. ആ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടാണ് ഇത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതായത് സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ഷെയർ ആർക്കും അവകാശപ്പെട്ടതാണ്, ഈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. അതും ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് പ്രൊപ്പോർഷനേറ്റ് ഷെയർസ് ഇൻ പ്രിലിമിനറി എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസിലുള്ള ഒരു പ്രൊപ്പോർഷനേറ്റ് ഷെയർ ആരുടെ ഭാഗത്തുള്ളതാണ്, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തുള്ളതാണ്. അത് മൈനസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന എമൗണ്ടിനെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയാം. നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. The following are the statements of financial position of J Limited and its subsidiary Roy Limited as on 31st March 2020. ജെ ലിമിറ്റഡ് എന്ന കമ്പനിയുടെയും അതിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള റോയ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെയും ഫിനാൻഷ്യൽ പൊസിഷൻ തന്നിട്ടുണ്ട്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് ജെ ലിമിറ്റഡ് ആൻഡ് റോയ് ലിമിറ്റഡ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 1 ജെ ലിമിറ്റഡ് 8 lakh, റോയ് ലിമിറ്റഡ് 3 lakh. റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 2 J Limited 2 lakh, Roy Limited 65,000. Current liabilities, trade payables 1,60,000 and 1,35,000. Total equity and liabilities 11,60,000, 5 lakh. Second assets, sundry assets 7,80,000 and 5 lakh. Non-current investment note number 3 3,80,000 nil. Total assets 11,60,000 and 5 lakh. നമുക്കിവിടെ ജെ ലിമിറ്റഡിൻ്റെ റോയൽ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 1 ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 8 lakh rupees-ഉം 3 lakh rupees-ഉമാണ്. പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട്. അതിൽ ജെ ലിമിറ്റഡിൽ 2 lakhഉം റോയൽ ലിമിറ്റഡിൽ 65,000ഉം. ഇവിടെയാണ് നമ്മളെ പ്രോബ്ലത്തിൻ്റെ ചേഞ്ച് പ്രോബ്ലം മാറിയിട്ടുള്ള ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം വരെ എന്ത് ഉണ്ടായിരുന്നുള്ളൂ, അക്വയറർ കമ്പനിയുടെ അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് മാത്രമേ തന്നിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ചേഞ്ച് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ട് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ് 2 കമ്പനീൻ്റെ തന്നിട്ടുണ്ട്. പിന്നെ അത് ട്രേഡ് പേയബിൾസ് തന്നിട്ടുണ്ട് 1,60,000ഉം 1,35,000ഉം.
ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് പറഞ്ഞിട്ട് 11,60,000 5 ലക്ഷം തന്നിട്ടുണ്ട്. പിന്നെ അസറ്റ്സ് സൈഡിൽ സൺട്രി അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 7,80,000 5 ലാഖ് തന്നിട്ടുണ്ട്. പിന്നെ നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് നമ്പർ 3,80,000. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 11,60,000 5 ലക്ഷമാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോട്ട് നമ്പർ 1, ഷെയർ ക്യാപിറ്റൽ issued, subscribed and paid up equity shares of ₹10 each in JE Limited 8 lakh, ROE Limited 3 lakh. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് JE ലിമിറ്റഡിലെ 8 lakh rupeesൻ്റെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ROE ലിമിറ്റഡിലെ 3 lakh rupeesൻ്റെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി സെക്കൻഡ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ഓഫ് JE ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് JE ലിമിറ്റഡിൻ്റെ കോളത്തിൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ തരുന്നുണ്ട്. പിന്നെ ROE ലിമിറ്റഡിൻ്റെ ഇതിൽ റിസർവ്സ് എന്ന് പറഞ്ഞിട്ട് 70,000 ഇന്നർ കോളത്തിൽ, അതിൽ നിന്നും ആ 70,000 നിന്നും പ്രിലിമിനറി എക്സ്പെൻസ് 5,000 ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ROE ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ തന്നിട്ടുള്ളത്. 70,000 ROE ലിമിറ്റഡിൻ്റെ റിസർവ് ആയിരുന്നു, അതിൽ നിന്നും 5,000 പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിട്ടുള്ള 65,000 ആണ് ROE ലിമിറ്റഡിൻ്റെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കോളത്തിൽ തന്നിട്ടുള്ളത്. ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് JE ലിമിറ്റഡിൽ 2 ലാഖും ROE ലിമിറ്റഡിൽ 65,000 ആണ്. ഇനി അടുത്തതായിട്ടുള്ള നോട്ട് നമ്പർ 3 ഏതാണെന്ന് നോക്കാം. നോട്ട് നമ്പർ 3, നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. 100% equity shares in ROE Limited at cost acquired as on 31st March 2020. JE Limited 3,80,000. ഇവിടെ ROE Limited എന്ന കമ്പനിയുടെ 100% ഇക്വിറ്റി ഷെയർസ് 31/3/2020 JE Limited എന്ന കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്, ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3,80,000 രൂപ തന്നിട്ടുണ്ട്. 100% ഷെയർസാണ് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. പ്രിപ്പയർ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മളവിടെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാലൻസ് ഷീറ്റും നോട്ട്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ അക്വയറർ ആരാണ്, അക്വയറി ആരാണ് എന്ന് മനസ്സിലാക്കണം. പാരൻറ്റ് കമ്പനി ആരാണ്, സബ്സിഡറി കമ്പനി ആരാണ്, നമുക്ക് മനസ്സിലായി. ആരാണ് ഇവിടുത്തെ പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത് JE ലിമിറ്റഡ് ആണ്, സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത് ROE ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അക്വയറർ ആൻഡ് അക്വയറി ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ് അവർ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 100% ഷെയർസ് ആണ് അക്വയർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നോട്ട്സിൽ പറയുന്നുണ്ട്. അപ്പോൾ 100% ഷെയർസും അക്വയർ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവിടെ ദർ ഈസ് നോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഈ പ്രോബ്ലത്തിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇനി എന്താ നോക്കാനുള്ളത്, ഇവിടെ ഗുഡ് വിൽ ഉണ്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗുഡ് വിൽ ഉണ്ടോ ക്യാപിറ്റൽ റിസർവ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് വില്ലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ടൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എന്തായിരുന്നു ഇക്വേഷൻ എന്ന് നോക്കാം, എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. ഫസ്റ്റ് കൺസിഡറേഷൻ പെയ്ഡ്. എത്രയാ കൺസിഡറേഷൻ പെയ്ഡ് ഇവിടെ തന്നിട്ടുള്ളത്, നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 3,80,000 ആണ് അല്ലേ. അപ്പോൾ കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3,80,000 എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം, അടുത്തതായിട്ട് നമ്മൾ ഇക്വേഷന് ഫോർമാറ്റ് പഠിച്ചു വെച്ചാണ്. അതിലെന്താണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്, 100 പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്. 100% പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്. ഇവിടെ എന്തുകൊണ്ടാണ് 100% വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ 100% ഷെയർസ് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 100% പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ സബ്സിഡറി കമ്പനിയുടെ 100% ഷെയർസും ഏറ്റെടുക്കുന്നുണ്ട്. സബ്സിഡറി കമ്പനിയിൽ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്, 3 lakh ആണ് അല്ലേ. അപ്പോൾ 3 lakh ആണ് സബ്സിഡറി കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഒരു ഷെയറിന് 10 rupees വെച്ച് 30,000 rupees ആയിരിക്കും കമ്പനിയിൽ ഉണ്ടായിരിക്കുക ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ നമ്മൾ 30,000 ഷെയർസിന്
3 ലാക്കാണ് ഷെയർ ക്യാപിറ്റലായിട്ട് കമ്പനിയിലുള്ളത്. ആ 3 ലാക്ക് റുപ്പീസാണ് നമ്മൾ ഷെയർസ് ഏറ്റെടുക്കുമ്പോൾ കമ്പനിക്ക് കൊടുക്കേണ്ടിയിരുന്നത്. പെയ്ഡപ്പ് വാല്യൂ ഓഫ് ഷെയർസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എത്ര ഷെയർസ് ഏറ്റെടുക്കുന്നുണ്ടോ ആ ഷെയർ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ട്. ഇപ്പോൾ 30,000 ഷെയർസിന് ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ട് നമ്മൾ 3 ലാക്ക് റുപ്പീസ് കൊടുക്കണമായിരുന്നു. അതാണ് നമ്മുടെ പെയ്ഡപ്പ് വാല്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. 100% പെയ്ഡപ്പ് വാല്യൂ ഓഫ് ഷെയർസ് പറഞ്ഞിട്ട് 3 ലാക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തു. പ്ലസ് ആ റെക്കോർഡ് ചെയ്ത എമൗണ്ടിൻ്റെ കൂടെ 100% പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ റിസർവ്, നമ്മൾ റിസർവ് എന്ന് പറഞ്ഞിട്ട് സബ്സിഡറി കമ്പനിയുടെ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 70,000 ആണ് തന്നിട്ടുള്ളത്. ആ 70,000ൻ്റെ 100% പ്രൊപ്പോർഷനേറ്റ് ഷെയർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ 100% പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ റിസർവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70,000 ആണ് അല്ലേ? 70,000 സബ്സിഡറി കമ്പനിയുടെ റിസർവ്. അതിൻ്റെ 100% എന്ന് വെച്ചാൽ എത്രയാണ്? 70,000 തന്നെയാണ്. ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ 100% പറയാൻ കാരണം. അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ പെർസെൻറ്റേജിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മളെ തന്നിട്ടുള്ള പെയ്ഡപ്പ് വാല്യൂ ഓഫ് ഷെയർസ് 3 ലാക്ക് തന്നു. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഇന്നർ കോളത്തിൽ ഈ പറഞ്ഞിട്ടുള്ള റിസർവിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ഷെയറും കൂടി ആഡ് ചെയ്യണം. എത്രയാണ്? 70,000. 3 ലാക്ക് പ്ലസ് 70,000 ഈക്വൽ ടു 3 ലാക്ക് 70,000 നമ്മൾ ഇന്നർ കോളത്തിൽ റെക്കോർഡ് ചെയ്തു. അതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരൈറ്റം കൂടി നമ്മൾ ഫോർമാറ്റിൽ പഠിച്ചതാണ്. എന്ത്? 3,70,000 നിന്നും മൈനസ് 100% പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ പ്രിലിമിനറി എക്സ്പെൻസ് ഓർ ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. പ്രിലിമിനറി എക്സ്പെൻസോ അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ്സോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ നമ്മൾ എവിടുത്തെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രിലിമിനറി എക്സ്പെൻസ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. 5,000 രൂപയാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ 5,000 രൂപയുടെ 100% എത്രയാണ്? 5,000 രൂപയാണ്. ആ 5,000 നമ്മൾ 3,70,000 നിന്നും മൈനസ് ചെയ്യണം. ചെയ്താൽ എത്ര കിട്ടും? 3,65,000 കിട്ടും. അപ്പോൾ 3,65,000 നമ്മൾ മെയിൻ എമൗണ്ട് കോളത്തിലേക്ക് മാറ്റി എഴുതി. ആ കിട്ടിയിട്ടുള്ള എമൗണ്ടിനെ മറ്റേ കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3,80,000 കിട്ടിയില്ലേ? അതിൽ നിന്നും നമ്മളിപ്പം കണ്ടെത്തിയിട്ടുള്ള 3 എമൗണ്ട്സുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കിട്ടിയിട്ടുള്ള എമൗണ്ടുകളെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ 3,80,000 മൈനസ് 3,65,000 ഈക്വൽ ടു എത്ര കിട്ടും? 15,000 കിട്ടും. 15,000 ആണ് നമ്മുടെ ഗുഡ് വില്ലായിട്ട് നമുക്ക് കിട്ടുക. കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വില്ല് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ 100% എന്ന് പറഞ്ഞിട്ട് ചേർത്തിട്ടുണ്ടല്ലേ? എന്തുകൊണ്ടാണ് 100% ചേർക്കാൻ കാരണമെന്ന് മനസ്സിലായോ? ഇവിടെ നമ്മൾ 100% ഷെയർസ് അക്വയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 100% പ്രൊപ്പോർഷനേറ്റ് ഷെയർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ 100% ഷെയർസ് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ 80% ആണ് ഏറ്റെടുക്കുന്നുള്ളൂവെങ്കിൽ ആ 100% ചെയ്ത സ്ഥാനത്ത് എന്ത് ചെയ്യണം? 80% ആക്കിയിട്ട് മാറ്റണം. 80% ആക്കി മാറ്റുമ്പോൾ നമ്മൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ്സിലും മാറ്റം വരും. ഇപ്പോൾ 70,000 നമ്മൾ 100% ആണ് കണ്ടത്. 80% ആകുമ്പോൾ 70,000ൻ്റെ 80% ആയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ഷെയർ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്ര ശതമാനം ഷെയർസ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ്, അത് കൺസിഡർ ചെയ്തിട്ടാണ്. ഇവിടെ 100% ഷെയർസ് അക്വയർ ചെയ്തത് കൊണ്ടാണ് 100% എല്ലാത്തിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജാണോ അക്വയർ ചെയ്തിട്ടുള്ളത് ആ പെർസെൻറ്റേജാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മളിവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് കണ്ടുപിടിച്ചു. ഗുഡ് വില്ല് കണ്ടുപിടിച്ചു. ഗുഡ് വില്ല് 15,000 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്തുണ്ടാക്കണം? നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. നോട്ട് നമ്പർ 1, ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് 80,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്, 8 lakh rupees. നമ്മൾ മുന്നേ പഠിച്ചതാണ്. സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറില്ല? റെക്കോർഡ് ചെയ്യാറില്ല. അത് നമ്മൾ എല്ലായ്പ്പോഴും ഫോളോ ചെയ്ത് പോകേണ്ട കാര്യമാണ്. സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കില്ല, കൺസിഡർ ചെയ്യില്ല. നമ്മൾ ഫസ്റ്റ് നോട്ട് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്ത് 8 lakh rupees കിട്ടി. അത് നമ്മൾ എവിടത്തേക്ക് റെക്കോർഡ് ചെയ്യണം? പുതിയ ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യണം. റിസർവ്സ് ആൻഡ് സർപ്ലസ്, സെക്കൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇൻ ജെ ലിമിറ്റഡ്
2 lakh നമ്മൾ പഠിച്ചതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസും ഷെയർ ക്യാപിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെയും എന്തെടുത്തിട്ടില്ല, പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ജെ ലിമിറ്റഡ് എത്രയാണ് റിസർവ്സ്? 2 lakh ആണ്. അപ്പോൾ 2 lakh റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നോട്ട് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 3 ഏതാണ്? ട്രേഡ് പേയബിൾസ് ആണ് അല്ലേ. ട്രേഡ് പേയബിൾസിലെ ജെ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് 1,60,000 ആണ്. റോയൽ ലിമിറ്റഡ് 1,35,000 ആണ്. ടോട്ടൽ ചെയ്താൽ 2,95,000 കിട്ടും. അപ്പോൾ നോട്ട് നമ്പർ 3 ട്രേഡ് പേയബിൾസ് 2,95,000 കിട്ടി. നോട്ട് നമ്പർ 4 സൺട്രി അസറ്റ്സ്. സൺട്രി അസറ്റ്സിലെ ജെ ലിമിറ്റഡ് 7,80,000, റോയൽ ലിമിറ്റഡ് 5 lakh. ടോട്ടൽ ചെയ്താൽ 12,80,000 കിട്ടും. അപ്പോൾ സൺട്രി അസറ്റ്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് 12,80,000 കിട്ടി. അപ്പോൾ നമ്മൾ നോട്ട് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 3 ട്രേഡ് പേയബിൾസ് പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 4 സൺട്രി അസറ്റ്സ് പ്രിപ്പയർ ചെയ്തു. നമ്മൾ ആവശ്യമായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ കണ്ടുപിടിച്ചിട്ടുള്ള എമൗണ്ട്സ് ഒക്കെ നമ്മൾ പുതിയ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ജെ ലിമിറ്റഡ് ആൻഡ് റോയൽ ലിമിറ്റഡ്. നമ്മൾ മുന്നേ ചെയ്യുന്നത് പോലെ നോട്ട്സിൽ കിട്ടിയിട്ടുള്ള എമൗണ്ട്സ് ഒക്കെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്യാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡിലെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 1 8 lakh rupees. റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 2 2 lakh rupees. കറണ്ട് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾസ് നോട്ട് നമ്പർ 3 എത്രയാ? 2,95,000. അപ്പോൾ നമ്മൾ 3 ഐറ്റംസ് ആണ് ലയബിലിറ്റി സൈഡിലുള്ളത്. ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ട്രേഡ് പേയബിൾസ്. ഇത് മൂന്നും ടോട്ടൽ ചെയ്യാം. 8 lakh പ്ലസ് 2 lakh പ്ലസ് 2,95,000. 8 lakh പ്ലസ് 2 lakh പ്ലസ് 2,95,000 ഈക്വൽ ടു 12,90,000. 12,95,000 ആണ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് പറഞ്ഞിട്ട് കിട്ടുന്നത്. ലയബിലിറ്റി സൈഡിൽ 12,95,000 കിട്ടി. ഇനി നമ്മൾ അസറ്റ് സൈഡ് നോക്കണം. അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളത്? സൺട്രി അസറ്റ്സ് ഉണ്ട്. സൺട്രി അസറ്റ്സ് നോട്ട് നമ്പർ 4 12,80,000. നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ 12,80,000 കിട്ടി. സൺട്രി അസറ്റ്സ് റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് അസറ്റ് സൈഡിൽ ഏതാണ് വരാനുള്ളത്? ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലെങ്കിൽ ഗുഡ് വിൽ. നമ്മളിവിടെ ഗുഡ് വില്ല് കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. ആ ഗുഡ് വില്ല് നമ്മൾ ഇവിടത്തേക്ക് റെക്കോർഡ് ചെയ്തു. ഗുഡ് വില്ല് റെക്കോർഡ് ചെയ്തപ്പോൾ എത്രയാണ് നമുക്ക് ഗുഡ് വില്ല് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്? 15,000 ആണ്. 15,000 രൂപയാണ് നമുക്ക് ഗുഡ് വില്ലായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ഐറ്റംസാണ് അസറ്റ് സൈഡിലുള്ളത്. സൺട്രി അസറ്റ്സും ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലെങ്കിൽ ഗുഡ് വിൽ. അപ്പോൾ അത് 2 ടോട്ടൽ ചെയ്യുക. 12,80,000 പ്ലസ് 15,000 ടോട്ടൽ എത്ര കിട്ടും? 12,95,000 കിട്ടും. ടോട്ടൽ അസറ്റ് സൈഡിൽ 12,95,000 ടോട്ടൽ ലയബിലിറ്റി സൈഡിൽ എത്ര കിട്ടുന്നുണ്ട്? 12,95,000 തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 സൈഡും ടാലി ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ആൻസർ കറക്റ്റായി. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് തികച്ചൊരു ചെറിയ ഡിഫറൻസ് ഉള്ള പ്രോബ്ലമാണ് നമ്മളിന്ന് പഠിച്ചത്. നമ്മൾ ഇതുവരെ സബ്സിഡറി കമ്പനിയുടെ റിസർവ് തരാത്ത കണ്ടീഷനിലുള്ള പ്രോബ്ലംസാണ് പഠിച്ചിട്ടുള്ളത്. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചേഞ്ചസ് വരിക നമ്മൾ പഠിച്ചു. സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് വന്നു കഴിഞ്ഞാൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാൻ ഒരു ഇക്വേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഗുഡ് വില്ല് കാണാൻ ഇക്വേഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്ത് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്.